ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ അല്പനേരം ചിന്തയ്ക്കായിട്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടക്കുകയും ദാവീദിൻ്റെ ഗ്രഹം ശക്തി പ്രാപിക്കുകയും ശൗലോ അവൻ്റെ ഗ്രഹവും ക്ഷയിച്ചു പോവുകയും ചെയ്തതായിട്ട് ഈ വചനത്തിൽ കാണുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തതായിട്ട് ആരും കാണുകയില്ല. ഇവിടെ ദാവീദിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ ദാവീദ്. ദീർഘകാലം ശൗലിൻ്റെ ഗ്രഹവുമായി യുദ്ധം നടന്നു. താൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പലായനം, അതുപോലെ യുദ്ധം, ഇവയെല്ലാം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും ദാവീദിൻ്റെ പ്രത്യേകത, ദാവീദ് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചു. ഓരോ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ആണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ അവനെ ഒന്നുകൂടി ശക്തനാക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചിരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളോട് പറയുന്നത്. കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് കൂടുതൽ ശക്തിയുള്ളവനായിട്ട് വളർന്നു വരണം. നമ്മളിന്ന് കാണുന്ന പ്രതിസന്ധികളോ മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ട് ഭയപ്പെടരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. അവൻ അനുഗ്രഹം പ്രാപിക്കും. അവൻ്റെ ജീവിതം, അവൻ്റെ ഭവനം എല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.